بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഒരു മജ്ലിസിൽ നമ്മൾ വായിച്ചിരുന്ന ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ആദാബുൽ ഹസനുൽ ബസ്വരി വസുഹുദുഹു വ മവാഇദുഹു എന്ന കിതാബിൻ്റെ അടുത്ത ചില ഭാഗങ്ങളാണ് നാം വായിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഫസ്ലാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വായിച്ചത്. ദൽ ഫസ്ലു ത്സാനി ഫീമാ ഔറദഹു മിനൽ ആദാബി വ മകാരിമിൽ അഖ്ലാഖ്. ഹസനുൽ ബസ്വരി റഹിമഹുള്ളയുടെ ചില മര്യാദകളും അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവങ്ങൾ, സൽസ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അസറുകൾ. روي عن الحسن رحمه الله أنه كان يقول قضاء حاجة أخ مسلم أحب إلي من اعتكاف شهر. ഒരു മുസ്ലിമായ സഹോദരന്റെ ആവശ്യം പൂർത്തീകരിക്കലാണ് എനിക്കൊരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതേ ആശയത്തിൽ ഒരു ഹദീസ് ഉണ്ട്. അതിന്റെ സിഹത്തിൽ ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ മസ്ജിദിൽ അഥവാ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഒരു മുസ്ലിമായ സഹോദരന്റെ ആവശ്യം നിറവേറ്റാൻ എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് എന്നുള്ളത്. ഇവിടെ ഈ അസറിന്റെയും ഈ ഹദീസിന്റെയും ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ്. സ്വന്തം ലാസിമായ, സ്വന്തത്തിന് മാത്രമുള്ള ഇബാദത്തുകൾ അതിൻ്റെതായ സമയം കണ്ടെത്തണം. അതുപോലെ തന്നെ മുസ്ലിമായ മറ്റൊരു സഹോദരന്റെ ആവശ്യങ്ങൾ, അവനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുക, അവന് ഏതെങ്കിലും രീതിയിൽ അവന് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില അടിമകൾ തന്നെയുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഇന്നലില്ലാഹി അഖ്വാമൻ ഇഖ്തസ്സഹും ബിന്നിഅം ലിമനാഫിഇ ഇബാദ്. ചില ഹദീസുകൾ ലിഹബായിജിൽ മുസ്ലിമീൻ. അല്ലാഹു തആല ചില അടിമകൾക്ക് ചില നിഅമത്തുകൾ നൽകും. അത് നൽകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അവരാ ഉപകാരം ചെയ്യുന്നിടത്തോളം കാലം ആ നിഅമത്തുകൾ അവരിൽ ഉണ്ടാവും. ഫഇദാ മനഊഹാ വനസഅഹാ മിൻഹും, അവരത് ഉപകാരപ്പെടുന്നില്ല, മറ്റുള്ള ചുറ്റുള്ള മുസ്ലിമുകൾക്ക് ഉപകരിപ്പിക്കുന്നില്ല എങ്കിൽ ആ നിഅമത്ത് അവരിൽ നിന്ന് ഒഴിവാക്കുകയും ഫഹവ്വലഹ ഇലാ ഗൈരിഹിം, മറ്റുള്ള ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുകയും ചെയ്യും. അപ്പോൾ മുസ്ലിമീങ്ങളുടെ ആവശ്യം നിറവേറ്റൽ ശ്രേഷ്ഠമായ കാര്യമാണ്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും സഹായിച്ചുകൊണ്ടിരിക്കും. ഒരാൾ തന്റെ സഹോദരന്റെ ഞെരുക്കം ഒഴിവാക്കി കൊടുത്താൽ അവന്റെ ഞെരുക്കം അള്ളാഹു ഒഴിവാക്കി കൊടുക്കും. ഒരാൾ തന്റെ സഹോദരന്റെ ന്യൂനത മറച്ചു വെച്ചാൽ അവന്റെ ന്യൂനത അള്ളാഹു തആല മറച്ചു വെക്കും. അപ്പോൾ ജസാഉ മിൻ ജിൻസിൽ അമൽ. നമ്മൾ ഭൂമിയിലുള്ള ആളുകളോട് നമ്മൾ ഇഹ്സാൻ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോടും ഇഹ്സാൻ ചെയ്യും. അപ്പൊ അദ്ദേഹം മറ്റുള്ളവർക്കും ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയുമായിരുന്നു. വസഅലഹു റജുലുൻ അൻ ഹുസ്നിൽ ഖുൽഖി മാ ഹുവ. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹിമഹുള്ളയോട് എന്താണ് സൽസ്വഭാവം എന്നൊരു വ്യക്തി ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽ ബദ്ലു വൽ അഫ്വു വൽ ഇഹ്തിമാൽ. അൽ ബദ്ൽ, ബദ്ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവഴിക്കുക, നൽകുക, അല്ലെങ്കിൽ ത്യാഗം സഹിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഔദാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യൽ സൽസ്വഭാവത്തിന്റെ ഭാഗമാണ്. വൽ അഫ്വു, പുറത്തു കൊടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ, ഉപദ്രവിച്ചതിന്റെ പേരിലെല്ലാം അവരോടൊരു അഫ്വു കാണിക്കുക, വിട്ടുപുറത്തു കൊടുക്കുക, അവരുടെ അബദ്ധങ്ങൾ പുറത്തു കൊടുക്കുക. വൽ ഇഹ്തിമാൽ, മറ്റുള്ളവരുടെ ഭാരങ്ങൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സ്വയം കഷ്ടപ്പെടുക. അതായത് മറ്റുള്ളവരുടെ ഭാരം നമ്മൾ ഏറ്റെടുക്കുന്ന, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന അവസ്ഥ. ഇതെല്ലാം സൽസ്വഭാവത്തിന്റെ ഭാവങ്ങളാണ്, ഇനങ്ങളായിട്ട് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മുറൂഅത്തുർ റജുൽ, ഒരു പുരുഷന്റെ മുറൂഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷത്വം അല്ലെങ്കിൽ അവന്റെ സംസ്കാരം, അവന്റെ നല്ലൊരു ഗുണം എന്നത് സിദ്ഖു ലിസാനിഹി,
അവന്റെ നാവിലുള്ള സത്യസന്ധതയാണ്. അവൻ സത്യം മാത്രം പറയുന്ന കാര്യങ്ങളോട് സിദ്ഖ് കാണിക്കുന്നവനാവലാണ്. വഹ്തിമാലുഹു മുഅ്നത ഇഖ്വാനിഹി, അവന്റെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ അതവൻ നിറവേറ്റി കൊടുക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരുത്തനാവലാണ്. വബദ്റുഹുൽ മഅറൂഫ ലി അഹ്ലി സമാനിഹി, അവന്റെ ഒപ്പമുള്ള അവന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് അഥവാ അവന്റെ ആളുകൾക്ക് അവൻ നല്ല രീതിയിൽ അവന്റെ കാര്യങ്ങൾ ചെലവഴിക്കുക, സമ്പത്ത് ചെലവഴിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചെലവഴിക്കുക. വകഫുൽ അദാ അൻ ജീറാനിഹി, അവന്റെ അയൽവാസിയിൽ നിന്ന് ആ അയൽവാസിക്ക് ഉണ്ടാവുന്ന ഉപദ്രവങ്ങൾ അത് തടയുക, അതായത് അവനെ കൊണ്ടൊരു ഉപദ്രവവും ഉണ്ടാകാതിരിക്കുകയും മറ്റുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് തടയാൻ സാധിക്കുമെങ്കിൽ അയൽവാസിയെ സഹായിക്കുകയും ചെയ്യുക. ഇതെല്ലാം ഒരു പുരുഷത്വത്തിന്റെ ഭാഗമാണ്. ഒരു നല്ല പുരുഷനാകുന്ന, നല്ല സ്വഭാവം ഉണ്ടാകുന്നതിന്റെ ഭാഗങ്ങളാണ് സത്യസന്ധനാവുക എന്നുള്ളത്, സത്യം മാത്രം പറയുക എന്നുള്ളത്. ഒരു മുസ്ലിമിനും ഏതൊരു മനുഷ്യനും ആ ഒരു സ്വഭാവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവനെ ഏറ്റവും അധികം അവനെ ബിർറിലേക്ക് നയിക്കുന്ന, അവനെ പുണ്യത്തിലേക്ക് നയിക്കുന്ന, സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് സിദ്ഖുൽ ലിസാൻ, സത്യസന്ധത എന്നത്. അതുപോലെ തന്നെ തന്റെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സഹായം. നമ്മളൊരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം കൊണ്ട് മാത്രമാണ്. അപ്പൊ അള്ളാഹു തആല പറയാണ്, മറ്റുള്ള ഒരു മുസ്ലിം സഹോദരനെ സഹായിച്ചാൽ ഞാൻ നിന്നെയും സഹായിക്കും. പിന്നെ എന്താണ് ഒരാൾക്ക് പേടിക്കാനുള്ളത്? ഒരു പേടിയുടെ ആവശ്യമില്ല. ഒരു മുസ്ലിമായ സഹോദരനെ സഹായിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ ധൈര്യമായി അള്ളാഹുവിൽ ബരമേൽപ്പിക്കാം. നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, നമ്മുടെ ഒരു ഞെരുക്കത്തിന് അള്ളാഹു ഉണ്ടാവും, അള്ളാഹു തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ ചെലവഴിക്കുക, മാന്യമായ രീതിയിൽ അവന്റെ കുടുംബത്തിന് ചെലവഴിക്കണം, അല്ലാതെ അവന്റെ ചുറ്റുമുള്ള അയൽവാസികൾക്കും എല്ലാവർക്കും ചെലവഴിക്കുക എന്നുള്ളത്. അതുപോലെ അയൽവാസിയെ ഉപദ്രവിക്കുക എന്നുള്ളത് വലിയ ഗൗരവം നിറഞ്ഞ തെറ്റും, അയൽവാസിക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കാര്യവുമാണ്. ഈമാനിന്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു, അവന്റെ അയൽവാസിയെ അവൻ ആദരിക്കട്ടെ എന്ന്. വകാന യഖൂൽ ലൗ ശാ അല്ലാഹു അസ്സ വജല്ല ലജഅലകും അഗ്നിയാഅ ലാ ഫഖീറ ഫീകും ولو شاء لجعلكم فقراء ولا غني فيكم ولكن ابتلى بعضكم ببعض لينظر كيف تعملون. അദ്ദേഹം പറയാണ്, ലൗ ഷാ അല്ലാഹു ഉദ്ദേശിച്ചാൽ ലജഅലകും അഗ്നിയാഅ ലാ ഫഖീറ ഫീകും, നിങ്ങളിലെ എല്ലാവരെയും തന്നെ അല്ലാഹു തആല എന്താക്കുമായിരുന്നു? സമ്പന്നനാക്കുമായിരുന്നു, ഒരു ദരിദ്രനുമില്ലാത്ത അവസ്ഥയിൽ. വലൗ ഷാ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലജഅലകും ഫുഖറാ വലാ ഗനിയ ഫീകും, നിങ്ങളെ എല്ലാവരും ദരിദ്രന്മാരാക്കുമായിരുന്നു, ഒരു സമ്പന്നനുമില്ലാത്ത അവസ്ഥയിൽ. വലാകിൻ ഇബ്തലാ ബഅദകും ബിബഅദ്, എന്നാൽ നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചിരിക്കുക. സമ്പത്ത് ലഭിക്കുക എന്നുള്ളത് പരീക്ഷണമാണ്, ദാരിദ്ര്യം വരിക എന്നുള്ളതും പരീക്ഷണമാണ്. ലിയൻദുറ കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിക്കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ സഹോദരങ്ങളെ, ഈ രണ്ടവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഗനിയാവുക എന്നുള്ളത് നമ്മുടെ കഴിവുകൊണ്ട് സംഭവിക്കുന്നതല്ല, ഫക്കീറാവുക എന്നുള്ളത് നമ്മുടെ കഴിവുകേടുകൊണ്ട് സംഭവിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് റിസ്ക് വീതിക്കുന്നത്. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കൂടുതൽ കൊടുക്കും, ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഞെരുക്കത്തിൽ കൊടുക്കും. അള്ളാഹുവിന്റെ ഉദ്ദേശം ദുനിയാവിൽ പറഞ്ഞയച്ചുകൊണ്ട് എന്താണ്? മനുഷ്യനെ കൊണ്ട് അവനെ പരീക്ഷിക്കാനാണ്. അപ്പൊ സമ്പന്നന് ചില ബാധ്യതകളുണ്ട്, അവൻ ശുക്ർ കാണിക്കണം, അതിനുള്ള മേഖലകളുണ്ട്, അതിനുള്ള രീതികളുണ്ട്, അത് അവൻ ചെയ്യണം. ദരിദ്രന് ചില ബാധ്യതകളുണ്ട്, അവൻ സ്വബർ കാണിക്കണം, അതിന്റെ മേഖലകളുണ്ട്, അത് അവൻ പാലിക്കണം. എന്നിട്ട് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ثم دل عباده على مكارم الاخلاق, ഇത് പറഞ്ഞതിന് ശേഷം പറയാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരു അടിമകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. ഫഖാല ജല്ല ജലാലുഹു, അല്ലാഹു തആല പറഞ്ഞ സൂറത്തുൽ ഹശ്റിലെ 9-ാമത്തെ ആയത്തിൽ, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വയുസിറൂന അലാ അൻഫുസിഹിം, അവർ സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു. വലൗ കാന ബിഹിം ഖസാസ, അവരാണ് അതിന് ഏറ്റവും ആവശ്യക്കാരാണെങ്കിൽ കൂടി. വമൻ യൂഖ ശുഹ നഫ്സിഹി, ആരാണ് സ്വന്തത്തിന്റെ പിശുക്കിൽ നിന്ന് ഒഴിവാകുന്നത്, രക്ഷപ്പെടുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ഈ ആയത്ത് ഇറങ്ങിയ പശ്ചാത്തലം നമുക്ക് തഫ്സീറുകളിൽ കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി ആതിഥേയത്വം, ഒരു അതിഥിയായിട്ട് വരുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലോ പത്നിമാരുടെ അടുക്കലോ ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല. അപ്പൊ ആരാണ് ഈ വ്യക്തിക്ക് ആതിഥേയത്വം നൽകുക, ളിയാഫത്ത് നൽകുക എന്ന് ചോദിച്ചു.
അപ്പൊ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി ചില വായത്തുകൾ അത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണെന്ന് കാണാം. അദ്ദേഹം പറഞ്ഞു ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ പത്നിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. വീട്ടിലെത്തിയപ്പോൾ എന്താണ് ഭക്ഷണമുള്ളതെന്ന് ചോദിച്ചപ്പോൾ തന്റെ ചെറിയ കുട്ടിക്കുള്ള ഭക്ഷണം മാത്രമാണുള്ളത്, ചെറിയ കുട്ടികളുടെ ഭക്ഷണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ എന്ത് ചെയ്യൂ, നീ ആ കുട്ടിക്കുള്ള ഭക്ഷണം കുട്ടിയെ ഉറക്കിക്കിടത്തി കുട്ടിക്കുള്ള ഭക്ഷണം ഈ അതിഥിക്ക് നൽകുക. നമ്മൾ ഇരുട്ടുള്ള ഭാഗത്ത് നമ്മൾ മാറി നിന്നുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുന്ന പോലെ അവിടെ ഇരുന്നാൽ മതി, അദ്ദേഹം ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ അവർക്കുണ്ടായിരുന്ന ഒരു പുതപ്പാണുള്ളത്, ഒരു വിരിക്കാനുള്ള സൗകര്യം. അങ്ങനെ വന്ന അതിഥിക്ക് എന്തു ചെയ്തു, ഈ വ്യക്തി ഇവർ അത് നൽകി. എന്നിട്ട് ഇവർ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും അവരവിടെ താമസിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് ഇവരുടെ മേലെയാണെന്ന് തഫ്സീറുകളിൽ കാണാം. അതുപോലെ ഒരു ഹദീസും ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നലെ നിങ്ങൾ ചെയ്ത പ്രവർത്തനം കണ്ട് ചിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, അവരാവശ്യക്കാരാണ്, അവരുടെ സ്വന്തം കുട്ടി ആവശ്യക്കാരാണ്, അവർ ആവശ്യക്കാരാണ്. പക്ഷെ അവരെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വന്നൊരു അതിഥിയെ അല്ലെങ്കിൽ ഒരു അതിഥിയെ അവർ പരിഗണിച്ചു, അവർക്ക് വേണ്ടത് നൽകി എന്നുള്ളത് ഈ ആയത്തിന്റെ അടിസ്ഥാനം അതാണ്. അപ്പോ ഇത് വളരെ വലിയൊരു സ്വഭാവമാണ്. നമ്മുടെ ആവശ്യങ്ങളെക്കാൾ നമ്മുടെ അതിഥിയെയും മറ്റുള്ളവരെയും പരിഗണിക്കുക എന്നുള്ളത്. നമ്മുടെ കാര്യം നോക്കണ്ട എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷേ ആ ഒരു മാനസിക അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് മുൻഗാമികളുടെ പ്രത്യേകതയായിരുന്നു. ഇതിൽ വേറെ ചില അസറുകൾ വരുന്നുണ്ട്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്ന് കാലത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട മുൻഗാമികൾക്ക് ഉണ്ടായിരുന്ന പല സ്വഭാവ ഗുണങ്ങളും. അപ്പൊ നമ്മൾ സഹോദരങ്ങളെ മറ്റുള്ളവരുടെ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നാം തയ്യാറായാൽ തീർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഖൽബിന്റെ ഗിന അത് വളരെ വലുതായിരിക്കും. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇദ്ദത്തുൽ കരീം ഫിഅലുൻ വതഅജീൽ വഇദ്ദത്തുൽ ലഈം തസ്ബീഫുൻ വതത്വീൽ. ഒരു മാന്യതയുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ മാന്യതയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിഅലുൻ ഒരു പ്രവർത്തിക്കലാണ്, വതഅജീൽ പെട്ടെന്ന് തന്നെ. അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അലസതയില്ലാതെ പിന്നെ എന്ന് വെക്കാതെ അപ്പോൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളായിട്ട് മാറുക. ഒരു സൽസ്വഭാവത്തിന്റെ ഭാഗമായിട്ട് പറയാണ്, ഒരു മാന്യന്റെ സ്വഭാവമായിട്ട് പറയാണ്. ഒരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യം ചെയ്യണമെങ്കിൽ തന്നെ തസ്വീഫ് ഇല്ലാതെ, തസ്വീഫ് എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുക, പിന്നെ ചെയ്യാം എന്നുള്ള നിലക്ക് നീട്ടിവെക്കാതെ അപ്പോൾ ചെയ്യുകയും അത് നല്ല രീതിയിലും ചെയ്യുക എന്നത്. വഇദ്ദത്തുൽ ലഈം ആക്ഷേപിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തസ്വീഫാണ്. തസ്വീഫ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പണ്ഡിതന്മാർ പിശാചിന്റെ സൈന്യം എന്ന് പറഞ്ഞത് കാണാം. തസ്വീഫിനെ ഒരു കാര്യം നാളെ എന്നാൽ നീട്ടിവെക്കുന്ന അവസ്ഥ, അത് ദീനിന്റെ വിഷയത്തിലും ദുനിയാവിന്റെ വിഷയത്തിലും അപകടമാണ്. അപ്പോൾ അത് എന്നുള്ളത് ആക്ഷേപിക്കേണ്ട ഒരു കാര്യമാണ്. ഒത്തത്വീൽ, അതുപോലെ ഒരു കാര്യം ചെയ്യാൻ കുറേ അലസമായി നടന്ന് കുറേ സമയം എടുക്കുന്ന അവസ്ഥ, അത് മോശപ്പെട്ട സ്വഭാവത്തിന്റെ അടയാളങ്ങളുമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മാ അൻസഫക മൻ കല്ലഫക ഇജ്ലാലഹു വമനഅക മാലഹു. ഒരാൾ നിന്നെ നല്ല രീതിയിൽ പരിഗണിച്ചിട്ടില്ല, അവൻ കല്ലഫക ഇജ്ലാലഹു, അവനെ നീ മഹത്വപ്പെടുത്തണം, അവനെ നീ ബഹുമാനിക്കണം എന്നുള്ളത് അവൻ നിന്റെ മേലെ നിർബന്ധിക്കുക. അയാളെ ബഹുമാനിക്കണം എന്നുള്ളത് അയാൾ നിന്റെ മേലെ നിർബന്ധിക്കുകയാണെങ്കിൽ, അയാളോട് ആദരവ് കാണിക്കണമെന്ന് നിന്റെ മേലെ നിർബന്ധിക്കുകയാണെങ്കിൽ അയാൾ എന്ത് കാണിച്ചിട്ടില്ല? നിന്നെ പരിഗണിക്കേണ്ട പോലെ പരിഗണിച്ചിട്ടില്ല. വമനഅക മാലഹു, അവന്റെ സമ്പത്ത് നിനക്ക് തടയുകയും ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സമ്പത്ത് അവൻ ചെലവഴിക്കുന്നില്ല എങ്കിൽ അവൻ നിന്നെ നല്ല രീതിയിൽ പരിഗണിക്കാത്ത ഒരാളാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാളുടെ സ്വന്തത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത രണ്ട് സ്വഭാവങ്ങളാണ് മറ്റുള്ളവരുടെ മേലെ നിർബന്ധിച്ച് തന്നെ ബഹുമാനിക്കുന്ന, തന്നെ ആദരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മേലെ ചെലവഴിക്കാൻ മടി കാണിക്കുക എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് മറ്റുള്ളവരുടെ മേലെ ചെലവഴിക്കുക എന്നത്. വഖാല, അദ്ദേഹം പറയുമായിരുന്നു, കുന്നാ നഅദ്ദുൽ ബഖീല മിന്നാ അല്ലദീ യുഖ്രിദു അഖാഹു അദ്ദിർഹമ. ഞങ്ങൾ പിശുക്കനായിട്ട് ഞങ്ങൾ പരിഗണിച്ചിരുന്നത് തന്റെ സഹോദരന് ഒരു ദിർഹം കടമായി കൊടുക്കുന്നവനെയാണ്. അഥവാ അതിന്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാല്, കടമായിട്ട് ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്.
എന്നാൽ അതുപോലും തന്റെ സഹോദരന് അല്ലാത്ത രീതിയിൽ ഒരു ആവശ്യത്തിന് പൂർത്തീകരിക്കാൻ നൽകാതെ അതുപോലും കൃത്യമായ കടത്തിന്റെ കാര്യത്തിൽ മാത്രം കൊടുക്കുന്ന ആളുകൾ, അഥവാ ആ രീതിയിൽ മാത്രം കൊടുക്കുന്ന ആളുകൾ, അത്രയും പിശുക്കായിട്ട് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ പിശുക്കന്മാരെ കണ്ടിരുന്നു. ഇത് ബിൽ മുശാറക്കത്തി വൽ ഈഥാർ, ഞങ്ങൾ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നവരും ഒരുമിച്ച് പല കാര്യങ്ങളിലും പങ്കുചേരുന്നവരാണെങ്കിൽ കൂടി, വല്ലാഹി അല്ലാഹുവാണ്, ലഖദ് കാന അഹദു മൻ റഅയ്തു വസഹിബ്തു യശഖു ഇസാറഹു ഫയുസിറു അഖാഹു ബിനിസ്ഫിഹി. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഇടപഴകിയ കുറച്ച് ആളുകളുണ്ട്, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്വഹാബാക്കളെയാണ്. അതിലൊരാൾ യശഖു ഇസാറഹു, അവന്റെ അരക്കുള്ള വസ്ത്രം അതവൻ കീറി, ഫയുസിറു അഖാഹു ബിനിസ്ഫിഹി, അവന്റെ പകുതി അവന്റെ സഹോദരന് നൽകുമായിരുന്നു. അവന്റെ ഇസാർ പറഞ്ഞ താഴ്ഭാഗത്തുള്ള വസ്ത്രം മൊത്തത്തിൽ പറയും, അത് 2 കഷ്ണമാക്കാൻ പറ്റുമെങ്കിൽ 2 കഷ്ണമാക്കി ഒരു ഭാഗം തന്റെ സഹോദരന് നൽകുമായിരുന്നു. വയബ്ഖി ലഹു മാ ബഖിയ, ബാക്കിയുള്ളത് അവനും ഉപയോഗിക്കുമായിരുന്നു. വലഖദ് കാന റജുലു മിമ്മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ഒരു വ്യക്തി യസൂമു, അവനൊരു ദിവസം നോമ്പ് എടുക്കും. ഫൈദാ കാന ഇൻദ ഫിത്രിഹി, അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയമായി കഴിഞ്ഞാൽ മറ അലാ ബഅദി ഇഖ്വാനിഹി, അവന്റെ ചില സഹോദരന്മാരുടെ അടുക്കലേക്ക് പോകും. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയും, ഇന്നി സുംതു ഹാദൽ യൗമ ലില്ലാഹ്, ഞാൻ ഇന്ന് അല്ലാഹുവിന് വേണ്ടി നോമ്പ് നോറ്റിട്ടുണ്ട്. വ അറദ്തു ഇൻ തഖബ്ബലഹു അല്ലാഹു മിന്നി അൻ യകൂന ലക ഫീഹി ഹബ്ബുൻ, ഞാൻ ആഗ്രഹിക്കുന്നു ഈ നോമ്പ് അല്ലാഹു എന്നിൽ നിന്ന് സ്വീകരിക്കണമെന്നും നിങ്ങൾക്ക് അതിന്റെ ഒരു ഭാഗം കിട്ടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഫഹലുമ്മ ശൈഅൻ മിൻ അശാഇക്, നിങ്ങളുടെ രാത്രി ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരും. ഫയഅതീഹിൽ ആഖറു മാ തയസ്സറ മിൻ മാഇൻ വതംറിൻ വയുഫ്തിർ അലൈഹി യബ്തഗി അൻ യുക്സിബഹു അജ്റൻ, അങ്ങനെ ബാക്കിയുള്ളവർ അവർക്ക് കഴിയുന്ന രീതിയിൽ വെള്ളോ ഈത്തപ്പഴോ എന്തെങ്കിലും കാര്യം ഒരു നോമ്പ് തുറക്കാൻ കൊണ്ടുവരും, അതിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട്, അതിന്റെ പ്രതിഫലത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട്. വഇൻ കാന ഗനിയൻ അനില്ലദി ഇൻദ, ഇനി സമ്പത്തുള്ളവനാണെങ്കിൽ അവന്റെ കയ്യിലുള്ളത് അവനും കൊണ്ടുവരുമായിരുന്നു. ഇതൊരിക്കലും ഇഖ്ലാസിനെ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടല്ല, രഹസ്യമായി സൽക്കർമ്മങ്ങൾ ചെയ്യണം, അത് പ്രാവർത്തികമാക്കണം. സലഫുകൾ അതിൽ വളരെ മുന്നിട്ടവരുമായിരുന്നു. എന്നാൽ താൻ ചെയ്ത ഒരു കർമ്മം അത് ചെയ്യാതെ പോകുന്ന സഹോദരന്മാർക്ക് അതിന്റെ പ്രതിഫലത്തിന്റെ ഒരു പങ്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം. നമുക്കറിയാം, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവൻ എന്ത് പ്രതിഫലമുണ്ട്? നോമ്പ് നോറ്റവന്റെ അതേ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്റെ സഹോദരങ്ങൾക്ക് ആ പ്രതിഫലം കൂടി കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ വ്യക്തി എന്ത് ചെയ്യാറുണ്ടായിരുന്നത്? നോമ്പ് തോറ്റിട്ട് മറ്റുള്ളവരോട് വെള്ളമോ ഈത്തപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യമാണെങ്കിലും അതിൽ പങ്കുചേരാൻ വേണ്ടി അവർ ക്ഷണിക്കാറുണ്ടായിരുന്നു. അത് അവരൊരു കുറവായിട്ടോ അല്ലെങ്കിൽ അവരതൊരു മോശപ്പെട്ട കാര്യമായിട്ടോ കണ്ടിട്ടില്ല. അവർ തന്റെ സഹോദരന്മാർക്ക് പ്രതിഫലം കിട്ടണമെന്നുള്ള നല്ല നിയ്യത്തും നല്ല ഉദ്ദേശവുമാണ് അവർക്കുണ്ടായിരുന്നത്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, أدركت أقواما وإن الرجل منهم ليخلف أخاه في أهله وولده 40 سنة بعد موته. ഞാനൊരു സമൂഹത്തെ കണ്ടിട്ടുണ്ട്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് നമ്മൾ പറഞ്ഞല്ലോ, സഹാബാക്കൾ ജീവിക്കുന്ന കാലത്ത് തന്നെ ജീവിച്ചിട്ടുണ്ട്. ചില സഹാബികൾ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കണ്ടിട്ടുള്ള സഹാബികൾ ചിലർ പോലും ഹസൻ ബസ്രി റഹിമഹുല്ലാഹയുടെ അടുക്കൽ ഇൽമ് നേടാൻ വേണ്ടി വന്നിരുന്ന അത്രത്തോളം സഹാബാക്കളുടെയുമായി ഇടപെട്ട് ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. അപ്പൊ അദ്ദേഹം ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരാണ് പറയുന്നത്? സ്വഹാബാക്കളെയാണ്. എന്നിട്ട് പറയാണ്, അതിലൊരു വ്യക്തി വഇന്നർ റജുല മിൻഹും ലയഖ്ലുഫു അഖാഹു ഫി അഹ്ലിഹി വവലദിഹി 40 സന ബഅദ മൗതിഹി. അതിൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും 40 വർഷത്തോളം ചെലവിനുള്ള കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ ചെലവിനുള്ളത് കൊടുക്കുന്ന അവസ്ഥയിൽ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാം. അതായത് തന്റെ കൂട്ടുകാരൻ മരിച്ചു, ഭാര്യയും കുട്ടിയും വിധവയായിട്ടുണ്ടെങ്കിൽ അവർക്ക് 40 വർഷത്തോളമാണെങ്കിലും അത്ര തോന കാലഘട്ടം അവരുടെ ചെലവിനുള്ള ആവശ്യങ്ങൾ നൽകി പോന്നിരുന്ന ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാം. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്, ഒരു വിധവയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ യതീമിന്റെ കാര്യങ്ങൾ നോക്കാൻ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ്. വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. സഹോദരങ്ങൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യാനും ഇങ്ങനെയൊക്കെ ചെലവഴിക്കാനും പലപ്പോഴും ഇന്ന് മുസ്ലിമീങ്ങളുടെ അകത്ത് വളരെയധികം ഇതൊക്കെ ചിലപ്പോൾ അത്ഭുതത്തോടു കൂടി വായിക്കേണ്ട അവസ്ഥ. ഇത് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. മറ്റൊരു അഖ്വാൽ നമ്മൾ കേട്ട് പരിചയിച്ച ഹസൻ ബസ്രി റഹിമഹുല്ലാഹയുടെ ഒരു ഖൗലാണ്, നിങ്ങളെങ്ങാനും സ്വഹാബാക്കളെ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? അവർക്ക് ഭ്രാന്താണെന്ന് പറയുമായിരുന്നു. അവരെങ്ങാനും നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു നിങ്ങൾ മുസ്ലിമീങ്ങൾ തന്നെയല്ല. ഒരു മുസ്ലിമിനുണ്ടാകുന്ന
ഉണ്ടാകേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് മുൻഗാമികളുടെ മാതൃകയിൽ നാം പഠിക്കേണ്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കേണ്ടതാണ്. അപ്പൊ അതിൽപ്പെട്ടൊരു ഗുണമായിരുന്നു അവർ തന്റെ സഹോദരന്റെ കുടുംബത്തെ സഹോദരന്റെ മരണത്തിനു ശേഷം 40 വർഷത്തോളമാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരിക്കാൻ ചിലവഴിക്കുമായിരുന്നു. വകാന യഖൂൽ ഇദാ ദഖല الرجل بيت صديقه فلا بأس عليه أن يتناول مما حضر من طعامه وفاكهته بغير إذنه. അദ്ദേഹം പറയാണ് ഇദാ ദഖല الرجل بيت صديقه, ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കയറാണ്, പ്രവേശിക്കുകയാണ്. ഫലാ ബഅസ, അവന്റെ മേലെ ഒരു കുറ്റമില്ല. അലൈഹി അൻ യതനാവല മിമ്മാ ഹദറ മിൻ തആമിഹി വഫാകിഹതിഹി ബിഗൈരി ഇദ്നിഹി, ആ കൂട്ടുകാരന്റെ അനുവാദമില്ലാതെ ആ വീട്ടിൽ നിന്നുള്ള ഭക്ഷണമോ പഴങ്ങളോ എന്തെല്ലാം ആണോ എടുക്കുന്നത്, ആ എടുക്കുന്നത് ഒരു അനുവാദമില്ലാതെ എടുത്താലും അതൊരു കുഴപ്പമില്ലാത്ത കാര്യമായിട്ടുണ്ടായിരുന്നു ആളുകളെന്ന്. അതായത് അദ്ദേഹം പറയാണ്, ഒരാൾ കൂട്ടുകാരന്റെ വീട്ടിൽ കയറി അവിടുന്ന് അവന് ഇഷ്ടമുള്ളതൊക്കെ എടുത്താലും ഒരു കുറ്റമുള്ള കാര്യമില്ല. അതായത് മുസ്ലിമീങ്ങൾ തമ്മിലുണ്ടായിരുന്ന അടുത്ത ബന്ധമാണ് അറിയിക്കുന്നത്. പലപ്പോഴും ഇന്ന് ഒരു അകൽച്ച നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലാണെങ്കിലും അതൊരു അദബിന്റെ ഭാഗമാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകളായിരുന്നു മുൻഗാമികൾ എന്ന് അദ്ദേഹം പറയുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മാ മിൻ നഫഖത്തിൻ ഇല്ലാ വൽ അബ്ദു യുഹാസബു അലൈഹാ, ഒരു ചെലവഴിക്കലുമില്ല അടിമ അതിന്റെ മേലെ വിചാരണ ചെയ്യപ്പെടാതെ. ഇല്ലാ നഫഖതഹു അലാ വാലിദൈഹി ഫമൻ ദൂനഹുമാ, ഏതൊഴികെ അവൻ അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെലവഴിച്ചത്, അതുപോലെ കുടുംബത്തിന്. ഔ നഫഖതഹു അലാ അഖീഹി ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്റെ സഹോദരന് വേണ്ടി ചെലവഴിച്ചത്. വസ്വാഹിബിഹി ഫീ ത്വാഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് വേണ്ടി ചെലവഴിച്ചത്. ഫഇന്നഹു റുവിയ അന്നല്ലാഹ യസ്തഹി അൻ യുഹാസിബഹു അലൈഹാ, ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു വ്യക്തിയുടെ മേലെ, ഈ ഒരു ചെലവഴിക്കുന്നതിന്റെ മേലെ വിചാരണ ചെയ്യപ്പെടാൻ അള്ളാഹു ലജ്ജിക്കുന്നു എന്നുള്ളത്. ഈ റിവായത്ത് അള്ളാഹു തആല നമുക്കറിയില്ല, അദ്ദേഹം കണ്ടതായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ വിഷയങ്ങൾ വ്യത്യസ്ത ഹദീസുകളിൽ ഇതിന്റെ ഫദ്ലുകൾ വന്നിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ചെലവഴിക്കുന്നതിന്റെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സഹോദരന് ചെലവഴിക്കുന്നതിന്റെയും അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഒരു സഹോദരന് വേണ്ടി ചെലവഴിക്കുന്നതിന്റെയും ഫദ്ലുകൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ലജ്ജിക്കുന്നു എന്നുള്ളത് അള്ളാഹു ആലം, അദ്ദേഹം റാവിമാരിൽപ്പെട്ട വ്യക്തിയാണ്, അദ്ദേഹം കണ്ടതായിരിക്കാം, നമുക്കറിയില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ലൈസ മിനൽ മുറൂഅതി അയ്യർബഹ അർറജുലു അലാ അഖീഹി, മുറൂഅത്തിൽ പെട്ടതല്ല തന്റെ സഹോദരന് വേണ്ടി ചെയ്ത എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ ലാഭം പ്രതീക്ഷിക്കുക എന്നത്. തന്റെ മുസ്ലിമായ ഒരു സഹോദരന് വേണ്ടി എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമാക്കി അതിന്റെ പേരിൽ ഒരു ലാഭം പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ ലാഭം നേടുക എന്നുള്ളത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യന്റെ മുറൂഅത്തിന്, അവന്റെ ഏറ്റവും നല്ലൊരു സംസ്കാരത്തിന് യോജിച്ച കാര്യമല്ല എന്നത്. അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹിക്കേണ്ടതും സഹായിക്കേണ്ടതും എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തി പ്രതീക്ഷിച്ച് മാത്രമായിരിക്കണം, അല്ലാതെ ദുനിയാവിന്റെ എന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചിട്ടാവരുത്. അപ്പോ ഒരു മുറൂഅത്തിൽപ്പെട്ട കാര്യമല്ല തന്റെ സഹോദരനിൽ നിന്ന് എന്തെങ്കിലും ലാഭം പ്രതീക്ഷിക്കുക എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. വകാന യഖൂൽ ഇഹ്ദർ മിമ്മൻ നഖല ഇലൈക ഹദീസ ഗൈരിക ഫഇന്നഹു സയൻഖുൽ ഇലാ ഗൈരിക ഹദീസക. ഒരു ഉപദേശം പറയാണ്, ഇഹ്ദർ, നീ സൂക്ഷിക്കുക. മിമ്മൻ നഖല ഇലൈക ഹദീസ ഗൈരിക, മറ്റൊരാളുടെ വർത്താനം, മറ്റൊരാൾ പറഞ്ഞൊരു കാര്യം നിന്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരുത്തനെ നീ സൂക്ഷിക്കുക. ഫഇന്നഹു സയൻഖുൽ ഇലാ ഗൈരിക ഹദീസക, നിന്റെ സംസാരം അവൻ എന്ത് ചെയ്യും? വേറൊരാളുടെ അടുത്തും പോയിട്ട് പറയും. ഈ ഏഷ്യൻ, ഈ പരദൂഷണം പോലെയുള്ള പണികൾ എടുക്കുന്ന ആളുകൾ, ആ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ സൂക്ഷിക്കണം. പലപ്പോഴും മറ്റൊരാളെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കും, അയാളെ പറ്റിയല്ലേ പറയുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, മറ്റൊരാളുടെ ന്യൂനതകൾ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, സഹോദരങ്ങൾ, ഉറപ്പാണ് നമ്മുടെ അടുത്തുണ്ടാവുന്ന ന്യൂനതകൾ അവൻ വേറെ ആൾക്കാരടുത്തും പോയി പറയും. അത് അവന്റെ സ്വഭാവമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ സൂക്ഷിക്കണം. ആ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു വ്യക്തിയെ നാം സൂക്ഷിക്കുകയും വേണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. വകാന യഖൂൽ ഇബ്ന ആദം അമലുക ലക ഉൻദുർ അലാ അയ്യി ഹാലിൻ തുഹിബ്ബു അൻ തൽഖാ അലൈഹ റബ്ബക. ഇബ്ന ആദം, മനുഷ്യ, അമലുക ലക, നിന്റെ കർമ്മങ്ങൾ നിനക്കുള്ളതാണ്, നീ ചെയ്യുന്ന കർമ്മങ്ങൾ നിനക്കുള്ളതാണ്.
ഉൻദുർ അലാ അയ്യി ഹാലിൻ തുഹിബ്ബു അൻ തൽഖാ അലൈഹ റബ്ബക. ഏത് അവസ്ഥയിലാണ്, ഏത് കർമ്മങ്ങളുടെ അവസ്ഥയിലാണ് അള്ളാഹു നിന്നെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ നീ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നീ നോക്കുക. സഹോദരങ്ങളെ, ഇത് വലിയൊരു ഉപദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് സമയവും നാം മരണപ്പെടാവുന്നതാണ്. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ ഏതവസ്ഥയിലാണുള്ളത് എന്ന് നാം സ്വയം പരിശോധിക്കണം. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ 10 ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ മരണം, അല്ലെങ്കിൽ നമ്മുടെ മരണത്തിന്റെ ഡേറ്റ് നമ്മുടെ കയ്യിലുണ്ട് വിചാരിക്കാം. അടുത്ത മാസമോ അല്ലെങ്കിൽ 10 ദിവസവും കഴിഞ്ഞിട്ട് മരണത്തിന്റെ ഡേറ്റ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെ ജീവിക്കുക? സഹോദരങ്ങളെ, അതിനേക്കാൾ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ അല്ലാത്ത സമയത്ത് ജീവിക്കാൻ. കാരണം 10 ദിവസം ഉണ്ട് നമുക്കൊരു ഉറപ്പുണ്ട്. നമുക്കിപ്പോ എന്തെങ്കിലും ഉറപ്പുണ്ടോ? അടുത്തൊരു നിമിഷം ഉണ്ടോ എന്ന് ഉറപ്പ് പോലും ഇല്ല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. 10 ദിവസം കഴിഞ്ഞ് എന്റെ മരണത്തിന്റെ ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാം എങ്ങനെ പരലോകത്തിന് വേണ്ടി ജീവിക്കും? അതിനേക്കാൾ ഉത്തമനായിട്ട് വേണം നമ്മൾ എല്ലാ സമയത്തും ജീവിക്കാൻ. കാരണം ആ ഒരു ഉറപ്പ് പോലും ഇപ്പൊ നമുക്കില്ല. നമുക്ക് നിമിഷങ്ങൾ പോലും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഏത് അവസ്ഥയിലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ അമലുകളെ എങ്ങനെയാണ് അള്ളാഹു കാണേണ്ടത് എന്ന് നീ ശ്രദ്ധിക്കുക. സൽക്കർമ്മങ്ങൾ മുഴുകുക, പാപങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇന്നലി അഹ്ലിൽ ഖൈരി അലാമതൻ യുറഫൂന ബിഹാ. നന്മയുള്ള ആളുകളിൽ ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്ന് സിദ്ഖുൽ ഹദീസ്, സംസാരത്തിൽ സത്യസന്ധത പുലർത്തുന്നവരായിരിക്കും, സത്യം പറയുന്നവരായിരിക്കും, കളവ് പറയുന്നവരായില്ല. ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ് കളവ് പറയുക എന്നത്. വളരെ അപകടം നിറഞ്ഞ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ് കളവ് പറയുക എന്നുള്ളത്. അവൻ സത്യം പറയുന്നവനായിരിക്കും. നന്മയുള്ള ആളുകളുടെ ലക്ഷണങ്ങളാണ്. വഅദാഉൽ അമാന, അമാനത്ത് പൂർത്തീകരിക്കുന്നവനായിരിക്കും. അവന് തിരിച്ചു നൽകുന്നവനായിരിക്കും. അവനെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ, വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് ഭയപ്പെടേണ്ടി വരില്ല. അതിലൊരു ഭയമോ പേടിയോ നമുക്ക് ഉണ്ടാവില്ല. അമാനത്ത് പൂർത്തീകരിക്കുന്നവനായിരിക്കും. വൽ വഫാഹു ബിൽ അഹ്ദ്, ഒരു കരാർ ചെയ്താൽ അത് പൂർത്തീകരിക്കുന്നവനായിരിക്കും. കരാറിനോടൊരു കൂറുണ്ടാകും. എന്തെങ്കിലും കരാർ ചെയ്താൽ അത് പൂർത്തീകരിക്കുന്നവനായിരിക്കും. വഖില്ലത്തുൽ ഫഖ്രി വൽ ഖുയലാ, കുറഞ്ഞ സ്വയം പൊങ്ങച്ചവും അതുപോലെയുള്ള അവസ്ഥകൾ അത് കുറഞ്ഞ വ്യക്തിയായിരിക്കും. നന്മയുള്ളവരിൽ സ്വയം പൊങ്ങുന്ന ഒരാൾക്ക് അറിവില്ല, ഒരുത്തിന് ജഹിലാണ് എന്നുള്ളതിന് തെളിവാണ് അവൻ സ്വയം പൊങ്ങുക എന്നുള്ളത്. അപ്പൊ ഖില്ലത്തുൽ ഫഖർ കുറഞ്ഞവനായിരിക്കും. വസീലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കുന്നവനായിരിക്കും. നന്മയുള്ള ആളുകൾക്കുള്ള ഒരു ഗുണമാണ് കുടുംബബന്ധം ചേർക്കുക. നമുക്ക് ഒരുപാട് ഹദീസുകൾ ഈ ഓരോ വിഷയത്തിലും കാണാം, കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഫضലും അതുകൊണ്ടുള്ള നേട്ടങ്ങളും. അപ്പൊ ഖൈറുള്ളവൻ കുടുംബബന്ധം ചേർക്കുന്നവനായിരിക്കും. വറഹ്മത്തുൽ ദുഅഫാ, ദഈഫായ ദുർബലരായ, അത് സമ്പത്താവട്ടെ, ആരോഗ്യമാവട്ടെ, പ്രായമാവട്ടെ, എല്ലാം കൊണ്ടും ദുർബലരായ ആളുകളോട് കാരുണ്യം കാണിക്കുന്നവനായിരിക്കും. അവരുടെ മേലെ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന ആളായിരിക്കില്ല. വബദ്ലുൽ മഅറൂഫ്, നന്മകൾ അഥവാ മാന്യമായ രീതിയിൽ ചെലവഴിക്കുന്നവനായിരിക്കും. വഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമുള്ളവനായിരിക്കും. വസഅത്തുൽ ഹിൽം, സഹനശീലമുള്ളവനായിരിക്കും. വിശാലമായ സഹനശീലമുള്ളവനായിരിക്കും. പെട്ടെന്ന് എടുത്തു ചാടി ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അങ്ങനെയുള്ള ആളായിരിക്കില്ല. സഹനശീലമുള്ളവനായിരിക്കും. വബസ്തുൽ ഇൽം, ഇൽമുള്ളവനായിരിക്കും, അറിവ് നേടുന്നവനായിരിക്കും, അറിവുള്ളവനായിരിക്കും. വഖില്ലതു മുസാഫനത്തിൻ നിസാ, സ്ത്രീകളോടുള്ള സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ആ രീതിയിൽ നോക്കി നടക്കുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളായിരിക്കില്ല. സ്ത്രീകളുമായിട്ടുള്ള മജ്ലിസുകൾ അത് കുറവുള്ളവരായിരിക്കും. അതിനോട് താല്പര്യമില്ലാത്ത ആളുകളായിരിക്കും. ഇതെല്ലാം ഖൈറുള്ള ആളുകളുടെ ലക്ഷണമായിട്ട് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെയാണ്? സിദ്ഖുൽ ഹദീസ്, വഅദാഉൽ അമാന, സത്യസന്ധത, അമാനത്ത് തിരിച്ചു വീട്ടുക. വൽ വഫാഹു ബിൽ അഹ്ദ്, കരാർ പൂർത്തീകരിക്കുക. വഖില്ലത്തുൽ ഫഖ്രി വൽ ഖുയലാ, സ്വയം പൊങ്ങുന്നതിന്റെ ഇല്ലാത്തവർ. വസിലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കൽ. വറഹ്മത്തുൽ ദുഅഫാ, ദഈഫായവരോട് കാരുണ്യം കാണിക്കൽ. വബദ്ലുൽ മഅറൂഫ്, മാന്യമായ രീതിയിൽ ചെലവഴിക്കുന്നവർ. ഹുസ്നുൽ ഖുൽഖ്, വസഅത്തുൽ ഹിൽം, വിശാലമായ സഹനശീലമുള്ളവർ. വബസ്തുൽ ഇൽം, വഖില്ലത്തു മുസാഫനത്തിൻ നിസാ. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം ഇഫ് അൻ മഹാരിമില്ലാഹ് തകുൻ ആബിദൻ, മനുഷ്യ നീ അല്ലാഹുവിന്റെ ഹറാമുകളിൽ നിന്ന് നീ സൂക്ഷിക്കുക, അതിനെ ഒഴിവാക്കുക, നീ ഏറ്റവും നന്നായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനാകും. വർള ബിമാ ഖസമല്ലാഹു തകൻ ഗനിയ, അല്ലാഹു നിനക്ക് എന്താണോ വീതിച്ചു നൽകുന്നത് അതിൽ നീ തൃപ്തിപ്പെടുക, നീ ഗനിയാകുന്നതാണ്. വഅഹ്സിൻ ജിവാറ മൻ ജാവറക തകുൻ മുഅ്മിന,
നിന്റെ അയൽവാസികളോട്, ആരാണോ നിന്റെ അയൽവാസികളായിട്ടുള്ളത് അവരോട് ഇഹ്സാൻ ചെയ്യുക, നീ യഥാർത്ഥ ഈമാനുള്ളവനാകും. നീ എന്താണോ നിന്റെ സ്വന്തത്തിൽ ഇഷ്ടപ്പെടുന്നത് അത് നീ ജനങ്ങൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുക, നീ നീതിമാനാകും. നീ ചിരി കുറക്കുക. ചിരി അധികരിപ്പിക്കുക എന്നുള്ളത് ശരീരം മരിക്കുന്നത് പോലെ കൽബിനെ കൊന്നുകളയുന്ന, കൽബ് ചത്തുപോകുന്ന ഒരു കാര്യമാണ് അധികമായിട്ടുള്ള ചിരി. ഇതേ ആശയങ്ങൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ള അതേ ഹദീസ് തന്നെയാണ്. അതിന്റെ വാക്കുകൾ ചില ലഫ്ളുകൾ ഉപയോഗിച്ച പദങ്ങൾ ചില വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. ഇതേ ആശയത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നിട്ടുണ്ട്. ഇതിലെന്താണ് പറയുന്നത്? ഹറാമുകൾ ഒഴിവാക്കുക. ഹറാമുകൾ ഒഴിവാക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും നല്ല ആബിദാവാൻ, അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണ് ഹറാമുകൾ ഒഴിവാക്കുക എന്നുള്ളത്. ഇതിന്റെ ഹദീസ് വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഒരിക്കൽ റസൂൽ ചോദിച്ചു, മൻ യഖുദു അന്നി ഹൗലാഇൽ കലിമാത്ത് ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, ആരാണ് ഞാൻ ഈ പറയുന്ന 5 കലിമാത്തുകൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക, അതല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, റസൂലേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് 5 എണ്ണം ഇങ്ങനെ എണ്ണം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്തഖിൽ മഹാരിമ തകുൻ അഅബദൻ നാസ്, ഹറാമുകളെ നീ സൂക്ഷിക്കുക, ഹറാമായ കാര്യങ്ങളെ നീ ഒഴിവാക്കുക, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനായിട്ട് നിനക്ക് മാറാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇബാദത്തിനുള്ള തൗഫീഖ് കിട്ടണമെങ്കിൽ ഹറാമുകൾ ഒഴിവാക്കണം. ഹറാമ് ചെയ്താൽ കൂടുതൽ ഇബാദത്തും നന്മയും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ഹറാമുകൾ ഒഴിവാക്കിയാൽ ജനങ്ങളിൽ ഏറ്റവും നല്ല ആബിദായി നിനക്ക് മാറാം. വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്, അള്ളാഹു എന്താണോ നിനക്ക് വീതിച്ചു തരുന്നത് അതിൽ ഖനാഅത്ത് ഉണ്ടെങ്കിൽ നിനക്ക് ജനങ്ങളിൽ ഏറ്റവും ഖനിയാവാം. എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഖനാഅത്തില്ലെങ്കിൽ, കിട്ടുന്നതിൽ തൃപ്തിയില്ല എങ്കിൽ അവൻ ഖൽബിൽ ഫഖർ അനുഭവിക്കുന്നവനായിരിക്കും. എന്നാൽ ആ ഖിന, ആ ഖനാഅ നമുക്കുണ്ടെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ ഖനി. വഅഹ്സിൻ ഇലാ ജാരിക് തകുൻ മുഅ്മിന, നിന്റെ അയൽവാസിക്ക് നീ നന്മ ചെയ്യുക, നീ മുഅ്മിനാകുന്നതാണ്. ഈമാനിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് അയൽവാസിക്ക് നന്മ ചെയ്യുക എന്നത്. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമ, നിനക്ക് സ്വന്തത്തിൽ ഇഷ്ടമുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുക. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുസ്ലിമുകൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുക, നീ യഥാർത്ഥ മുസ്ലിം ആകുന്നത് അതാണ്. വലാ തുക്സിറു ദ്വഹിക്, നീ അധികമായി ചിരിക്കരുത്. ഫഇന്ന കസ്റത ദ്വഹിക് തുമീതുൽ ഖൽബ്, അധിക ചിരി എന്നുള്ളത് നിന്റെ കൽബിനെ കൊന്നുകളയുന്ന, കൽബ് ചത്തുപോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഈ കാര്യം ഹദീസിൽ വന്നതാണ്. അതേ വാക്കുകൾ ഇബ്നുൽ ജൗസി ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു എന്ന് മാത്രം. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്നകും ലാ തനാലൂന മാ തുഹിബ്ബൂൻ ഇല്ലാ ബിതർകി മാ തഷ്തഹൂൻ, തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം നിങ്ങൾ ഒഴിവാക്കാതെ. വലാ തുദ്രികൂന മാ തഅമുലൂൻ ഇല്ലാ ബിസ്സബ്ർ അലാ മാ തക്റഹൂൻ, നിങ്ങൾ കൊതിക്കുന്ന കാര്യം നിങ്ങൾ നേടുകയില്ല നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളിൽ ക്ഷമ കാണിക്കാതെ. ഇതും ഹദീസിന്റെ ആശയത്തിൽ വന്നതാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തെ പൊതിഞ്ഞിട്ടുള്ളത് മക്രൂഹാത്തുകളെ കൊണ്ടാണ്, അഥവാ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന, മനുഷ്യന് അത്ര താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കൊണ്ടാണ് എന്ത് പൊതിഞ്ഞിട്ടുള്ളത്? സ്വർഗത്തെ പൊതിഞ്ഞിട്ടുള്ളത്. നരകത്തെ പൊതിഞ്ഞിട്ടുള്ളതോ ശഹ്വത്തുകളെ കൊണ്ടാണ്, മനുഷ്യൻ അതീവ താല്പര്യം തോന്നുന്ന കാര്യങ്ങളെ കൊണ്ടാണ് നരകത്തെ പൊതിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇബ്നുൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഇന്നക്കും ലാ തനാലൂൻ, നിങ്ങൾ നേടുകയില്ല മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്? നാളെ പരലോകത്ത് വിജയിക്കണം, സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. ഇല്ലാ ബിതർകി മാ തഷ്തഹൂൻ, നിങ്ങളുടെ ശഹ്വത്തുകൾ, നിങ്ങളുടെ ഇച്ഛകൾ നിങ്ങൾ ഒഴിവാക്കാതെ. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഹറാമായ ഇച്ഛകളെ നാം ഒഴിവാക്കിയിരിക്കണം. ആ ഇച്ഛകളെ കൊണ്ട് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം നാളെ പരലോകത്തെ വിജയം നേടാൻ കഴിയുകയില്ല. അത് നമ്മൾ ഒഴിവാക്കിയിരിക്കണം.
വലാ തുദ്രികൂന മാ തഅമുലൂൻ, നിങ്ങൾ കൊതിക്കുന്ന കാര്യം നിങ്ങൾ കണ്ടെത്തുകയില്ല, അതേ ആശയത്തിനെ നേടുകയില്ല. അഥവാ നാളെ സ്വർഗം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലാ ബിസ്സബ്രി അലാ മാ തക്റഹൂൻ, നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ അഥവാ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും. ഒരു നന്മ ചെയ്യുക, അതുപോലെ തിന്മയെന്ന് ഒഴിവാക്കുക, അതുപോലെ അള്ളാഹുവിന്റെ വിധി ക്ഷമിക്കുക, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമുക്ക് വെറുപ്പ് വന്ന കാര്യങ്ങളുടെ മേലെ ക്ഷമ അവലംബിക്കാതെയും അതും നമുക്ക് നേടാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ട് കാര്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഒന്ന്, നമ്മുടെ ഇച്ഛകൾ, ഹറാമായ ഇച്ഛകൾ നാം ഒഴിവാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് താല്പര്യം തോന്നാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അതീവ താല്പര്യം, നന്മ ചെയ്യാൻ, തിന്മകൾ ഒഴിവാക്കാൻ നമ്മൾ അതിൽ സ്വബർ കാണിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. എന്നാൽ മാത്രമാണ് സഹോദരങ്ങളെ നാം കൊതിക്കുന്ന, നാം ഇഷ്ടപ്പെടുന്ന, നാം ആഗ്രഹിക്കുന്ന പരലോകത്തെ വിജയവും സ്വർഗവും നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അസ്വബ്റു കൻസും മിൻ കുനൂസിൽ ജന്ന വഇന്നമാ യുദ്രികുൽ ഇൻസാനു അൽ ഖൈറ കുല്ലഹു ബിസ്വബ്രി സാഅത്തിൻ. അസ്വബ്റു കൻസും മിൻ കുനൂസിൽ ജന്ന, ക്ഷമിക്കുക എന്നുള്ളത് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ്, അഥവാ അതിമഹത്തരമായിട്ടുള്ള ഗുണമാണ്. വഇന്നമാ യുദ്രികുൽ ഇൻസാനുൽ ഖൈറ കുല്ലഹു, ഒരു മനുഷ്യൻ എല്ലാവിധ ഖൈറും അവന് നേടിയെടുക്കാൻ സാധിക്കും ബിസ്വബ്രി സാഅത്തിൻ, ഒരു നിമിഷത്തിലെ സ്വബർ കൊണ്ട്. ഒരു നിമിഷത്തിലെ സ്വബർ കൊണ്ട് നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു നന്മ ചെയ്യാൻ ഏറ്റവും നല്ലൊരു അവസരത്തിൽ ഒരു സമയം കിട്ടുമ്പോ അവിടെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ നന്മ ചെയ്യലാണ്. ആ നന്മ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ വലിയ ഖൈറുകൾ നമുക്ക് നേടാൻ പറ്റും. ഒരു തിന്മക്കുള്ള എല്ലാ സാഹചര്യം ഒരുങ്ങിയിരിക്കുമ്പോ അവിടെ സ്വബർ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തിന്മ ഒഴിവാക്കലാണ്. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഖൈറുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ സ്വബർ ഉണ്ടാവണം ജീവിതത്തിൽ. ജീവിതത്തിൽ സ്വബർ ഉള്ളവർക്ക് സഹോദരങ്ങളെ വലിയ ഹബ്ബുകൾ, വലിയ നേട്ടങ്ങൾ ദുനിയാവിൽ നേടിയെടുക്കാൻ സാധിക്കും. അല്ലാത്ത ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്വബർ നമ്മൾ പറഞ്ഞു, നന്മ ചെയ്യാൻ, തിന്മ ഒഴിവാക്കാൻ, അല്ലാഹു തആല വിധിക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, മൻ ഉഅതിയ ദറജത റിള, ആർക്കെങ്കിലും അല്ലാഹുവിന്റെ തൃപ്തി എന്നുള്ള ദറജയിലെത്തിയാൽ കുഫിയൽ മുഅ്ന, അവന്റെ ആവശ്യങ്ങൾ, അവൻ എന്താണോ ആവശ്യം അത് മതിയായതായിരിക്കും. അവൻ എന്താണോ നൽകപ്പെട്ടിട്ടുള്ളത് അതിൽ മതിയായവനായിരിക്കും. അവന് കൂടുതലൊന്നും ചിന്തിക്കുകയൊന്നുമില്ല. അള്ളാഹു എന്താണോ നൽകുന്നത് തൃപ്തിപ്പെടുന്നവനായിരിക്കും. വമൻ കുഫിയൽ മുഅന സ്വബ്റ അലൽ മിഹൻ, അള്ളാഹു നൽകുന്നതിൽ ആരാണോ തൃപ്തിപ്പെടുന്നത്, മതിയായവനാകുന്നത്, അവൻ എന്തെങ്കിലും പരീക്ഷണങ്ങളോ ഞെരുക്കങ്ങളോ വന്നാൽ അതിൽ ക്ഷമിക്കാനും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരു മനുഷ്യനുണ്ടാകുന്ന നിലപാടുകൾ അവന്റെ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഒരു കാഫിർ ആണെങ്കിൽ അള്ളാഹു തആലയുടെ ഒരു പരീക്ഷണത്തിൽ അവന്റെ നിലപാട് എന്തായിരിക്കും? അവന് നിരാശയായിരിക്കും. അവന് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ കുഫറായിരിക്കും അവനുണ്ടാവുക. ഒരു മുനാഫിഖാണെങ്കിൽ അവൻ അള്ളാഹുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത വരും. ഒരു മുസ്ലിം ആണെങ്കിൽ അവന് നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം? സ്വബർ ഉണ്ടായിരിക്കണം. നിർബന്ധമായിട്ട് അവൻ ക്ഷമിച്ചിരിക്കണം. എന്നാൽ അതിനു മുകളിലായിട്ടുള്ള ദറജയാണ് ഒരു പരീക്ഷണം വന്നാൽ അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. നമുക്കൊരു വലിയ പരീക്ഷണം വന്നു, രോഗമോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ആളുകളുടെ മരണമോ എല്ലാം വന്നാൽ അതിൽ ക്ഷമിക്കൽ നമ്മുടെ മേലെ നിർബന്ധമാണ്. എന്നാൽ അതിനു മുകളിലുള്ള ആളുകൾക്ക്, ഈമാൻ കൊണ്ടും ഇൽമു കൊണ്ടും മുന്നേതിയിലുള്ള ആളുകൾക്ക് അതിൽ റിള ഉണ്ടാവും, തൃപ്തിപ്പെടാൻ സാധിക്കും. അതിനു മുകളിലുള്ള ആളുകളുണ്ട്. അതിനു മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിയവർ അതിന്റെ പേരിൽ അള്ളാഹുവിനെ ഹംദ് ചെയ്യും, അൽഹംദുലില്ലാഹ് എന്ന് പറയും തനിക്ക് ബാധിച്ച ഒരു മുസീബത്തിന്റെ പേരിൽ. അതിനു മുകളിലുള്ളവർ തനിക്ക് ബാധിച്ച മുസീബത്തിന്റെ പേരിൽ ശുക്ർ കാണിക്കും, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ആളുകളായി മാറും. അതിനേക്കാൾ ഉന്നതിയിലുള്ളവർ തനിക്ക് ബാധിക്കുന്ന ഒരു പരീക്ഷണം ബാധിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിക്കും. അള്ളാഹുവിലേക്ക് അടുക്കാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്ന ആളുകളായിട്ട് മാറും. ഇങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ആളുകൾ പരീക്ഷണത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാവുക. നമ്മളിതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അതിൽ സ്വബർ നമ്മുടെ മേലെ നിർബന്ധമാണ്. അതിന് മുകളിലുള്ളവർ അവന്റെ ഇൽമും അമലും അനുസരിച്ച് എത്തിച്ചേരുന്നതാണ്. അപ്പൊ ഇതിൽ പറഞ്ഞു, ആർക്കാണോ റിളയുടെ ദറജയുള്ളത്, തൃപ്തിപ്പെടുന്ന ദറജയുള്ളത്, അവന് നൽകപ്പെട്ടത് എന്താണോ അതിൽ അവൻ മതിയായവനായിരിക്കും. ആ ഒരവസ്ഥ അവനുണ്ടോ, അവൻ എന്ത് പരീക്ഷണം വന്നാലും അതിൽ ക്ഷമിക്കാൻ അവന് സാധിക്കുകയും ചെയ്യും. വഖീല തസാബർ റജുലാനി ബിഹവറത്തിൽ ഹസൻ, ഒരിക്കൽ ഹസനുൽ ബസരി റഹിമഹുള്ളയുടെ സദസ്സിൽ വെച്ച് രണ്ടാളുകൾ വഴക്കുകൂടി. ഒരാളെ ചീത്ത പറയാം.
ഫഖാമൽ മസ്ബൂബു വഹുവ യംസഹുൽ അറഖ അൻ വജ്ഹിഹി. അപ്പോ ഒരാള് ചീത്ത പറഞ്ഞത് കേട്ട ആളുണ്ട്. ആരുടെ മേലാണോ ചീത്ത പറഞ്ഞത് അയാള് അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പൊ അയാൾ ചീത്ത പറഞ്ഞതിന്റെ കേട്ടതിന്റെ പേരിലെല്ലാം മുഖത്ത് വിയർപ്പും അതെല്ലാം ഉണ്ട്. അതെല്ലാം തുടച്ച് മുഖം ഇങ്ങനെ തുടച്ചിട്ട് അയാൾ എണീറ്റ് പോകുമ്പോ അദ്ദേഹം പാരായണം ചെയ്യാണ് ഖുർആനിലെ സൂറത്ത് ശൂറയിലെ 43-ാമത്തെ ആയത്ത്, വലമൻ സബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ആരാണോ ക്ഷമിക്കുന്നത്, പാപം പുറത്തു കൊടുക്കുന്നത്, അത് ഖണ്ഡിതമായി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാകുന്നു എന്ന് പാരായണം ചെയ്ത് അദ്ദേഹം പോവുകയാണ്. അപ്പൊ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇല്ലാഹി ദർറു അഖലഹ വല്ലാഹി ഹീന ളയ്യഅഹൽ ജാഹിലൂൻ. അവന് ബുദ്ധിയുണ്ട്, അവൻ ആ കാര്യം മനസ്സിലാക്കി. എന്നാൽ ജാഹിലീങ്ങൾ ഈ ഒരു അവസരം അവരൊഴിവാക്കി. അഥവാ ക്ഷമിച്ചും പുറത്തു കൊടുത്തും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നേടുന്നത് ജാഹിലുകൾ ഒഴിവാക്കുന്നു. എന്നാൽ ഇയാൾ അത് ചെയ്തു, ജീവിതത്തിൽ പകർത്തി എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. വഖാല, അദ്ദേഹം പറയുമായിരുന്നു, ഇബ്ന ആദം ലതസ്ബിറന്ന ഔ ലതഹ്ലികന്ന. മനുഷ്യ, ഒന്നെങ്കിൽ നീ എന്തായാലും ക്ഷമിക്കുക, അല്ലെങ്കിൽ നീ എന്തായാലും നശിക്കുന്ന. ജീവിതത്തിൽ സ്വബറില്ല എങ്കിൽ നാശം ഉറപ്പാണ്. എത്രത്തോളമാണോ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് അത്രത്തോളം ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും. ജീവിതത്തിൽ എന്ന് ഉദ്ദേശിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മുന്നേറിക്കൊണ്ട് ദീനിൽ ഉയർച്ച നേടാൻ നമുക്ക് സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് സാധിക്കുകയില്ല. വഖീല, അദ്ദേഹം പറഞ്ഞു, ശതമ റജുലൻ. ഒരിക്കൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ആക്ഷേപിച്ചു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൗല അന്ന അല്ലാഹ അസ്സ വജല്ല യസ്മഉ ലഅജബ്തുക. അല്ലാഹു കേൾക്കുന്നില്ല എങ്കിൽ ഞാൻ നിനക്ക് മറുപടി പറയുമായിരുന്നു. സഹോദരങ്ങളെ, നമുക്ക് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ചിലപ്പോൾ പല രീതിയിലുള്ള ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവും. അവിടെ നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ മേലെ ഇല്ലാത്ത കാര്യമാണ് ആരോപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ വെളിവാക്കണം. നമ്മുടെ മേലെ കള്ള ആരോപണമാണ് ആരോപിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വെളിവാക്കി കൊടുക്കണം. നമ്മുടെ ഭാഗം നമ്മൾ വ്യക്തമാക്കി കൊടുക്കണം. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെയ്ത പോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ വ്യഭിചാരാരോപണം, അഥവാ യൂസുഫ് നബിയാണ് ഇമ്രത്തു അസീസിനെ ആകർഷിച്ചത് അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അപ്പൊ തന്നെ പറഞ്ഞു, ഞാനല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യണം. അതല്ലാതെ നമ്മുടെ യാതൊരു കാരണവുമില്ലാതെ നമ്മുടെ മേലെ ചില ആരോപണങ്ങൾ വരും. അത് ചില വിദ്വേഷങ്ങളെ കൊണ്ട് നമ്മൾ ആക്ഷേപിക്കുന്ന അങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും. അവിടെ സ്വബർ ചെയ്താൽ സഹോദരങ്ങളെ വലിയ നേട്ടമാണ് നമുക്ക് ഉണ്ടാവുക. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു റിസാല കാണാം, ഖായിദത്തുൻ ഫി സ്വബർ എന്നുള്ളത്, ക്ഷമയുടെ ഖായിദ എന്നുള്ളത്. അതിൽ അദ്ദേഹം 20ഓളം ഒരാൾ നമ്മെ അന്യായമായി ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അതിൽ ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ് എന്നും ക്ഷമിച്ചാൽ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം പറയുന്ന 20ഓളം കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. മഹത്തായ ഒരു ഉപദേശമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പൊ ഇതിൽ ഒരാളെ ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയാണ്, അള്ളാഹു കേൾക്കുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് മറുപടി പറയുമായിരുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നാലും അത് അള്ളാഹു കേൾക്കും. നമ്മൾ ആക്ഷേപിക്കപ്പെട്ടവനാണെങ്കിലും അള്ളാഹു കേൾക്കുന്നവനാണ്. അപ്പൊ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനും അള്ളാഹുവിനോട് സഹായം തേടാനും നമുക്ക് സാധിക്കണം. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, അസ്വബ്റു സ്വബ്റാൻ. ക്ഷമ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. സ്വബ്റുൻ ഇൻദൽ മുസീബ, മുസീബത്തിന്റെ സമയത്തുള്ള ക്ഷമ. വസ്വബ്റുൻ അനിൽ മഅസിയ, പാപത്തിൽ നിന്നുള്ള ക്ഷമ. ഫമൻ ഖദറ അലാ ദാലിക് ഫഖദ് നാല അഫ്ളൽ അസ്സബ്റൈൻ. ആർക്കാണോ ഇത് നേടാൻ സാധിക്കുന്നത് അവൻ ഏറ്റവും വലിയ നേട്ടം നേടിയിരിക്കുന്നു. അതല്ലെങ്കിൽ വസ്വബ്റുൻ അനിൽ മഅസിയ ഫമൻ ഖദറ അലാ ദാലിക്, മഅസിയത്തിന്റെ മേലെ ആർക്കാണോ ക്ഷമിക്കാൻ സാധിക്കുന്നത് ഫഖദ് നാല അഫ്ളൽ അസ്സബ്റൈൻ, 2 ക്ഷമയിൽ ഏറ്റവും അഫ്ളലായത് അവൻ നേടിയിരിക്കുന്നു. ഈ 2 ക്ഷമ പിൻകഴിഞ്ഞ പണ്ഡിതന്മാർ ഒന്നുകൂടി വിശാലമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൂടുതൽ ഇത് കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട്. സ്വബർ എന്ന് പറഞ്ഞാൽ 2 ഇനമുണ്ട്. നമ്മൾ പറഞ്ഞ 3 തരത്തിലുള്ള നന്മ ചെയ്യാനും ആ ക്ഷമയുമല്ല, അല്ലാതെ തന്നെ സ്വബർ 2 രീതിയിൽ വേർതിരിക്കാറുണ്ട്. ഒന്ന് അസ്വബർ ഇഖ്തിയാരി, 2 സ്വബർ ഇൽത്തിറാരി. സ്വബർ ഇഖ്തിയാരി സ്വയം തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ക്ഷമ. സ്വബർ ഇൽത്തിറാരി നമ്മൾ ക്ഷമിച്ചേ പറ്റൂ എന്നുള്ളതിലുള്ള ക്ഷമ. ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ എന്തെങ്കിലും മുസീബത്ത് ബാധിക്കാം, നമ്മളിപ്പോ എന്തെങ്കിലും പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് പറ്റി വിചാരിക്കുക. ഒരാൾക്കൊരു ആക്സിഡന്റ് പറ്റി, ആ ആക്സിഡന്റ് പറ്റി അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അയാൾക്ക് എന്തേ വഴിയുള്ളൂ? അത് സഹിക്കല്ലാതെ വേറെ
വഴിയില്ല. പ്രത്യേകിച്ച് അയാൾ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. അത് അയാൾ സഹിച്ചേ പറ്റുള്ളൂ. അതാണ് സബർ ഇൽത്തിറാരി. സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ഒരു തീരുമാനം ആവശ്യമില്ലാതെ ക്ഷമിക്കേണ്ടി വരുന്നത്. സബർ ഇഖ്തിയാരി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഒരുങ്ങി, ഒരു ഹറാമ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങി, അപ്പോൾ അവൻ അതിനെ പിടിച്ചു വെച്ച് ഒഴിവാക്കുന്നതിനാണ് സബർ ഇഖ്തിയാരി എന്ന് പറയുന്നത്. ഒരു തിന്മയിൽ നിന്ന് അവൻ ഒഴിവാകുന്നത്, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുന്നത്. ശരിയാണ്. കാരണം ഒരാൾക്ക് ഇപ്പൊ ഈ കൈകൊണ്ട്, അവന്റെ കൈകൊണ്ട് ഈ കൈ ചിലപ്പോ ഒന്ന് മുറിഞ്ഞു പോയി വിചാരിക്കുക, കയ്യിലൊരു മുറിയായി, അല്ലെങ്കിൽ കൈ അങ്ങോട്ട് മുറിഞ്ഞു പോയി വിചാരിക്കുക. ഒരു മുഅ്മിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു നല്ല ഈമാനുള്ള വ്യക്തിയിൽ ക്ഷമിക്കാനൊക്കെ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് തന്റെ കൈകൊണ്ട് ഒരു പാപം ചെയ്യൽ ഒഴിവാക്കുക എന്നുള്ളത്. ഒരു പാപം ചെയ്യുന്നിടത്ത് പാപത്തിനുള്ള അവസരം വന്നിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളത് ആ മറ്റേ സബർ ഇൽത്തിറാരിയേക്കാൾ ബുദ്ധിമുട്ടുള്ള ക്ഷമയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ രണ്ട് ക്ഷമയിൽ പാപത്തിന്റെ മേലെയുള്ള സബർ ഇഖ്തിയാരി, സ്വയം തെരഞ്ഞെടുത്തുകൊണ്ട് ക്ഷമിക്കുന്ന ക്ഷമ ആർക്കാണോ നേടാൻ സാധിച്ചത്, അവൻ ഈ രണ്ട് ക്ഷമകളിൽ ഏറ്റവും ഉന്നതമായ കാര്യമാണ് നേടിയിട്ടുള്ളത് എന്ന് ഇബ്നുൽ ജൗസി ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്. വഖാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം, മനുഷ്യ, ഇന്നക ലൻ തജ്മഅ ഈമാനൻ വഖിയാനതൻ, തീർച്ചയായിട്ടും നീ ഈമാനും ഖിയാനത്തും, ഖിയാനത്ത് പറഞ്ഞ ചതി, വഞ്ചന, ഇത് രണ്ടും കൂടിയും ഒരുമിക്കുകയില്ല. അതായത് ഈ രണ്ടും കൂടി ഒരുമിച്ച് നിനക്ക് ആവാൻ സാധിക്കില്ല. കൈഫ തകൂൻ മുഅ്മിനൻ വലാ യഅ്മനുക ജാറുക, നീ എങ്ങനെയാണ് മുഅ്മിനാവുക? നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് സുരക്ഷിതനല്ലെങ്കിൽ, നിർഭയനല്ല എങ്കിൽ. ഔ തകൂൻ മുസ്ലിമൻ വലാ യസ്ലമു നാസു മിൻക, നീ എങ്ങനെയാണ് ഒരു മുസ്ലിം ആവുക ജനങ്ങൾ നിന്നിൽ നിന്ന് സുരക്ഷിതനല്ല എങ്കിൽ. അലൈസ ഖദ് റുവിയ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. വകാന അലൈഹി സലാം യഖൂൽ ലൈസ ബിമുഅ്മിനിൻ മൻ ഖാഫ ജാറുഹു ബവായിഖഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹീഹായിട്ടുള്ള ഹദീസുകളാണ്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, വിശ്വസ്തതയില്ലാത്തവൻ, ഒരു കാര്യം ഏൽപ്പിച്ചാൽ വിശ്വസ്തയോടുകൂടി തിരിച്ചേൽപ്പിക്കുന്ന അമാനത്തില്ലാത്തവൻ, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസ്തയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന അമാനത്തില്ലാത്തവൻ, അവനിൽ ഈമാനില്ല. അവനിൽ ഈമാനിന്റെ പൂർണ്ണതയില്ല. വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു, ഒരു കരാറിൽ ഏർപ്പെട്ട് അത് പൂർത്തീകരിക്കാത്തവൻ, അവനിൽ ദീനുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ലൈസ ബിമുഅ്മിനിൻ മൻ ഖാഫ ജാറുഹു ബവായിഖഹു, ഒരാൾ മുഅ്മിനാവുകയില്ല, പൂർണ്ണമായ മുഅ്മിനാവുകയില്ല, അവന്റെ അയൽവാസി അവന്റെ ഉപദ്രവത്തെ തൊട്ട് അവന്റെ അയൽവാസി അവന്റെ ഉപദ്രവത്തെ ഭയപ്പെടുന്നവനാണെങ്കിൽ അവൻ പൂർണ്ണമായ മുഅ്മിനാവുകയില്ല. നാം പറഞ്ഞല്ലോ, ഒരു മുസ്ലിം ആണെങ്കിൽ അവന്റെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും അതിൽ നിന്നെല്ലാം അവന്റെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ പറ്റി ആളുകൾ പറയാണ്, നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ പറയാം, അവൻ വന്ന അങ്ങനെ ഉപദ്രവമാണ്, അവൻ വന്ന ബുദ്ധിമുട്ടാണ്, എന്തൊരവസ്ഥയായിരിക്കും. നമ്മുടെ അയൽവാസികൾ നമ്മെ പറ്റിയിട്ട് പറയാണ്, അവന് നമ്മൾ അയൽവാസിയായിട്ടിരിക്കെ വിശ്വസിച്ച ഒരു സാധനം വീട്ടിൽ വെച്ച് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കി. ഒരു മുഅ്മിൻ ഒരിക്കലും അങ്ങനെ ആവില്ല, ഒരു മുസ്ലിം ഒരിക്കലും അങ്ങനെ ആവില്ല. ഒരു മുസ്ലിമിന്റെ അയൽവാസി സുരക്ഷിതനായിരിക്കും, അവനൊരു നിർഭയത്വമുള്ളവനായിരിക്കും, അവൻ പേടിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ അവനെ വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് കൃത്യമായി ചെയ്തു കൊടുക്കുന്നവനായിരിക്കും. വിശ്വസിച്ച ഒരു കാര്യം പറഞ്ഞാൽ അത് കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നമ്മളോടൊരു കാര്യം പറയാണ്, അത് പറയുമ്പോ അവനൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്, വേറെ ആരും കേൾക്കുന്നില്ലല്ലോ എന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ കാര്യം വേറെ അടുത്ത് നമ്മൾ പറയാൻ പാടില്ല. കാരണം അത് അമാനത്തായി വിശ്വസ്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആരും ഏൽപ്പിക്കൊന്നും വേണ്ട, അതൊരു അമാനത്താണ് എന്ന് ഏൽപ്പിക്കൊന്നും വേണ്ട. അതൊരു അമാനത്തായിട്ടുള്ള കാര്യമാണ്, നമുക്ക് ബോധ്യപ്പെട്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണെങ്കിൽ തന്നെ അത് കാത്തു സൂക്ഷിക്കണം എന്നാണ്. ഒരു മുഅ്മിൻ അങ്ങനെ ആയിരിക്കും. അവന്റെ അയൽവാസി അവനെ കുറിച്ച് ഭയപ്പെടുകയില്ല. എത്ര ചരിത്രങ്ങളാണ് സഹോദരങ്ങളെ മുൻഗാമികളുടെ. അയൽവാസി, ഒരു മുസ്ലിമായ അയൽവാസി ഉള്ളതിന്റെ പേരിൽ ആ അയൽവാസിയുടെ ഇഹ്സാൻ കാരണം തന്നെ ഇസ്ലാമിലേക്ക് വന്ന എത്ര ആളുകളുണ്ട്. ജൂതന്മാരിൽ നിന്നും നസാറാക്കളിൽ നിന്നെല്ലാം അത്രത്തോളം മഹത്തായ സ്വഭാവമുള്ളവരാണ് ഒരു മുസ്ലിം. നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ثم يقول الحسن رحمه الله, ابن آدم إنك لا تستحق حقيقة الإيمان حتى لا تعيب الناس بعيب هو فيك فأصلح غيب نفسك فإنك لا تصلح عيبا إلا وجدت عيبا آخر أنت أولى بإصلاحه.
അദ്ദേഹം പറയാണ്, മനുഷ്യ ഇന്നക ലാ തസ്തഹിഖു ഹഖീഖത്തുൽ ഈമാൻ, നീ ഈമാനിന്റെ ഹഖീഖത്തിൽ എത്തുകയില്ല, അത് സാക്ഷാത്കരിക്കുകയില്ല. ഹത്താ ലാ തഈബ الناس بعيب هو فيك, നിന്നിലുള്ള ഒരു കുറവിന്റെ മേലെ മറ്റുള്ള ജനങ്ങളെ ന്യൂനത അവരെ ആക്ഷേപിക്കാതിരിക്കുന്നവരെ. ഒരു കുറവ് നമ്മുടെ ഉണ്ട്, ആ കുറവ് നമ്മുടെ ഉണ്ടായിരിക്കെ വേറൊരുത്തന്റെ ആ കുറവ് കാണുമ്പോൾ നമ്മൾ അതിനെ ആക്ഷേപിക്കാന്ന് വെക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് ഈമാന്റെ സാക്ഷാത്കാരത്തിൽ എത്താൻ സാധിക്കില്ല. ആ കുറവ് അവൻ ന്യൂനത ആക്ഷേപിക്കാതിരിക്കണം. എന്നിട്ട് പറയാണ്, ഫഅസ്ലിഹ് ഐബ നഫ്സിക്, നിന്നിലുള്ള ന്യൂനതകൾ, നിന്നിലുള്ള കുറവുകൾ അത് നീ നന്നാക്കുക. فإنك لا تصلح عيبا إلا وجدت عيبا آخر أنت أولى بإصلاحه. നീ നിന്നിലുള്ള ഒരു കുറവ് നന്നാക്കി വിചാരിക്കുക. നമ്മളിൽ ഒരു കുറവുണ്ട്, ആ കുറവ് നമ്മൾ നന്നാക്കി വിചാരിക്കുക. അങ്ങനെ നന്നാക്കിയാൽ തന്നെ അടുത്ത കുറവ് നീ കാണും. നീ നന്നാക്കേണ്ട, മറ്റുള്ള ആളുകളിൽ നിന്നെല്ലാം നീ സ്വയം നന്നാക്കേണ്ട അടുത്ത കുറവ് നിന്നിൽ നിനക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഖൗല് കൊണ്ടുള്ള ഉദ്ദേശം മറ്റുള്ള ജനങ്ങളുടെ ന്യൂനതകൾ മാത്രം നോക്കി നടക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. പണ്ടൊരു ഇത് പറയുമല്ലോ, അവന്റെ കാലിലുള്ള മന്ത് അവൻ കാണാതെയാണ് മറ്റുള്ളവന്റെ ചെറുപേരിലുള്ളത് കാണുന്ന പറയുന്ന പോലെ മറ്റുള്ളവരിൽ എന്തൊക്കെ കുറ്റവും കുറവുണ്ടോ അതെല്ലാം നോക്കി നടക്കുകയും അതെല്ലാം പരിശോധിക്കുകയും അത് ആളുകളുടെ മുമ്പിൽ പറഞ്ഞെടുക്കുകയും ചെയ്യും. എന്നാൽ അതിനേക്കാൾ വലിയ കുറവ് അവന്റെ സ്വന്തത്തിലുണ്ടാവും, അതവൻ പരിഗണിക്കുകയില്ല. എന്നാൽ സ്വന്തത്തിന്റെ കുറവ് പരിഗണിച്ച് അത് നന്നാക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. സ്വന്തത്തെ നന്നായിക്കൊണ്ടേയിരിക്കും. ഒന്നിൽ നിന്ന് നന്നാക്കിയാൽ തീർച്ച വേറൊന്ന് അവൻ കാണേണ്ടി വരും. അവൻ നന്നാവേണ്ട വേറൊന്ന് അവന് കാണാനുണ്ടാകും. അതേമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ഖൗലിൽ കാണാം, ഇബ്നു ആദം, മനുഷ്യ, മാ ഉഹനക വഅക്തറ ഗഫ്ലതക്, എന്താണ് നിന്റെ അവസ്ഥ? നീ എല്ലാം അലസമായി വിട്ടുപോകുന്നു, നീ അശ്രദ്ധയിലാകുന്നു. തഈബുൻ നാസ ബിദ്ദുനൂബ്, ജനങ്ങളെ നീ ആക്ഷേപിക്കുന്നു, അവരെ ന്യൂനതകൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു, അവർ ചെയ്യുന്ന തിന്മകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. വതൻസാഹാ മിൻ നഫ്സിക്, എന്നാൽ നിന്റെ സ്വന്തത്തിൽ നീ മറക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ അവരാരും തെറ്റ് ചെയ്തു, അവനൊരു തെറ്റ് ചെയ്തു, ഇവനൊരു തെറ്റ് ചെയ്തു, അതിങ്ങനെ പറഞ്ഞു നടക്കാനും അത് അന്വേഷിക്കാനൊക്കെ മുൻപന്തിയിലുണ്ടാവും. എന്നാൽ സ്വന്തത്തിന്റെ തെറ്റുകൾ അവൻ അന്വേഷിക്കുക തന്നെയില്ല, നീ സ്വന്തത്തിലെ മറക്കുന്നു. നിന്റെ സഹോദരന്റെ കണ്ണിലുള്ള കരട് നീ കാണുന്നുണ്ട്, നിന്റെ ഒരു സഹോദരന്റെ കണ്ണിൽ പെട്ടിട്ടുള്ള കരട് നീ കാണുന്നുണ്ട്. നിന്റെ കണ്ണിലുള്ള ഒരു വിറകിന്റെ പൊട്ട് അല്ലെങ്കിൽ നല്ല വലിയൊരു കഷ്ണം തന്നെ നീ കാണുന്നില്ല, അത് നീ മനസ്സിലാക്കുന്നില്ല. നീ ആളുകളെ പരിഗണിക്കുന്നത് എന്ത് കുറവാണ്, നിന്നെ കൊണ്ടുള്ള ഉപദ്രവം, ആളുകളെ ആക്ഷേപിക്കുന്നത് എത്ര കൂടുതലാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ മുസ്ലിം ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് സഹോദരങ്ങളെ, മറ്റുള്ള മുസ്ലിം സഹോദരങ്ങളുടെ ന്യൂനതകൾ അത് മറച്ചു വെക്കുക. ഇനി ഉപദേശിക്കുകയാണെങ്കിൽ തന്നെ രഹസ്യമായിട്ട് ഉപദേശിക്കുക എന്നത്. സ്വന്തത്തിലുള്ള കുറവുകൾ എപ്പോഴും പരിശോധിച്ച്, ഒരാളുടെ കുറവ് നമ്മൾ പരിശോധിക്കുമ്പോൾ സഹോദരങ്ങൾ ആദ്യം നോക്കണം ഇത് എന്നിലുണ്ടോ എന്നുള്ളത്. ഒരാളെ കുറവ് പറഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഇത് എന്നിലുണ്ടോ നോക്കണം, എന്നിട്ട് അത് നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. എന്നിട്ട് വേണം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞടക്കുന്ന ആ അവസ്ഥ നമുക്ക് എന്നിട്ട് വേണം ഉദ്ദേശിച്ചത് ആ അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. നമ്മൾ സ്വന്തത്തെയാണ് നന്നാക്കിക്കൊണ്ടിരിക്കേണ്ടത്. മറ്റുള്ളവരെ ന്യൂനതകൾ പറഞ്ഞു വരുത്തുന്ന ആളുകളായി മാറരുത്. ഉപദേശിക്കണം, നസീഹത്ത് ഉണ്ടാവണം. ഓരോരുത്തരോടും വ്യക്തിപരമായി സ്വകാര്യമായിട്ട് ഉപദേശിക്കുന്ന ആളുകളായിട്ട് ഒരു മുസ്ലിം മാറേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം അടുത്ത ഒരു മജ്ലിസിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് ശീലിക്കാനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.